കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തം അത് വലിയ ഞെട്ടലും ആശങ്കയും ഉണ്ടാക്കിയതായിരുന്നു. കാരണം നഗരമധ്യത്തിൽ തന്നെ ഉണ്ടാകുന്ന വലിയൊരു തീപിടുത്തം, അത് അടുത്തിട്ടുണ്ടായ രണ്ടാമത്തെ വലിയ തീപിടുത്തമായിരുന്നു. മണിക്കൂറുകൾ എടുത്തിട്ടായിരുന്നു ആ തീപിടുത്തം അത് നിയന്ത്രണ വിധേയമാക്കാൻ അണയ്ക്കാനൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അതിൽ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്നാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുകൂടി പറയട്ടെ. ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്യും. വിവരങ്ങൾ സമീർ നൽകും. സമീർ, അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. 3-ാമത്തെ നിലയിൽ നിന്നാണ് ഈ തീപിടുത്തത്തിന്റെ തുടക്കം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എന്ത് കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടാണോ മറ്റെന്തെങ്കിലും കാരണമാണോ ഈ തീപിടുത്തത്തിന് കാരണമായത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ? ദിവ്യ, കഴിഞ്ഞ ദിവസമാണ് വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായത്. കോഴിക്കോട് പാളയത്ത് പ്രവർത്തിക്കുന്ന ജയലക്ഷ്മി സിൽക്സിന്റെ കെട്ടിടം, ആ ബഹുനില കെട്ടിടം പൂർണ്ണമായും തീ അകപ്പെടുകയായിരുന്നു, അഗ്നിക്കിരയാകുകയായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതിന്റെ അന്വേഷണത്തിലാണ് 3-ാം നിലയിൽ നിന്നാണ് ഇത്തരം ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഷോർട്ട് സർക്യൂട്ട് ആണോ, അതല്ല മറ്റാരെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടായതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള റിപ്പോർട്ടാണ് ഇന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറുക. ഫയർഫോഴ്സ് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഈ 3-ാം നിലയിൽ നിന്നാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായത്, അതിന്റെ ഉറവിടം അവിടമാണ് എന്ന സാധനം അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിരിക്കുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇന്ന് ഉച്ചയോടുകൂടെ ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനകത്ത് കൂടുതൽ വ്യക്തത വരും എന്ന കാര്യമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്, ജില്ലാ ഫയർ ഓഫീസർ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരുന്നു. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 50 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അവരുടെ ആ നിലകളിലുള്ള സാമഗ്രികൾ, അതുപോലെ തന്നെ കെട്ടിടം, അങ്ങനെയുള്ള നാശനഷ്ടങ്ങളുടെ കണക്കാക്കിക്കൊണ്ടാണ് 50 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ള കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കലക്ടർക്ക് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് നഗരത്തിൽ അടിക്കടി ഉണ്ടാവുന്ന വലിയ തീപിടുത്തങ്ങളാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായിട്ടുള്ള തീപിടുത്തം, അതിന് പിറകെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലുണ്ടായിട്ടുള്ള തീപിടുത്തം, അതിന് പിറകെ ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഈ ജയലക്ഷ്മി സിൽക്സിലും തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഏറെ സമയത്തിന് ശേഷമാണ് അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഒക്കെ അപാകത, അതായത് ഉദ്യോഗസ്ഥരുടെ പ്രശ്നമല്ല, പക്ഷേ അതിനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ള ഒരു ആക്ഷേപവും, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരില്ല എന്നുള്ള ആ ഒരു പരാതിയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതും ഖേദകരമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജില്ലാ കളക്ടർക്ക് ലഭ്യമാകുന്ന ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും. തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.